കാരണം ഇത് സ്റ്റേഷനിലും പിന്നെ കുറച്ച് കേസുപരമായിട്ട് ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയായിരുന്നു ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഇതിനെപ്പറ്റി സംസാരിക്കാനിരുന്നത്. പക്ഷേ ഇതിപ്പോൾ കുറേ അധികം ലീക്കായിട്ട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, ലൈക്ക് എന്താ ഇതിനെപ്പറ്റി സംസാരിക്കാത്തത്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണോ? അപ്പം എനിക്ക് എൻ്റെ സൈഡ് ക്ലിയർ ആക്കണമെന്ന് തോന്നി. മാത്രമല്ല എനിക്ക് ഈ കേസ് സംസാരിക്കണം തീരെ താല്പര്യമായിരുന്നു. കാരണം അമ്മാതിരി സത്യം പറയുന്നത് തീട്ട കേസാണ്. പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞേ പറ്റത്തുള്ളൂ, കാരണം ഇത് എന്നെയും പിന്നെ എൻ്റെ കൂടെയുള്ള എല്ലാവരും ബാധിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഇത് ഹണിയാണ്. ഹണി എൻ്റെ കൂടെ മൂവിലുണ്ടായിരുന്ന, പിന്നെ ഈ കേസ് കൊടുത്ത ആളുടെ ഫ്രണ്ടായിരുന്നു. അപ്പം അവർക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ലൈക്ക് സ്റ്റാർട്ടിങ് തൊട്ട് പറയാം എന്താ സംഭവിച്ചതെന്ന്. ഞാനൊരു റൂം എടുത്ത് താമസിച്ചായിരുന്നു. ജഡ്ജി മുക്ക് തൃക്കാക്കരാണ് ഞാൻ റൂം എടുത്തത്. അപ്പം അവിടെ റൂമിൻ്റെ റെൻറ്റ് 15,000 ആയിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒറ്റയ്ക്കാണ് റൂം എടുത്തത്. ഒറ്റയ്ക്ക് റൂം എടുത്ത് 1 month ആയപ്പോഴത്തേക്കും ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു ഇൻസ്റ്റയിൽ, ഇതുപോലെ റൂംമേറ്റ്സിനെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ആ കുട്ടി എന്ന് പറഞ്ഞാൽ അസ്മിന, ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാം, അവൾ മെസ്സേജ് അയച്ചായിരുന്നു. അവളിങ്ങനെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, അവൾക്ക് മാറാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നീ വന്നോ, പ്രശ്നമില്ലാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഓൾറെഡി അവളെ ജസ്റ്റ് അറിയാം, എനിക്ക് മ്യൂച്വലി പരിചയമുണ്ട്, അല്ലാണ്ട് അത്ര ക്ലോസ് ഒന്നുമല്ല. അപ്പോൾ ഞാൻ റൂം എടുത്തിങ്ങനെ അവൾ വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 2 weeks ഒക്കെ ആയപ്പോഴത്തേക്കും അവൾ റൂമിലോട്ട് ഷിഫ്റ്റായി. അപ്പം അവളുടെ കൂടെയാണ് ഹണി വന്നത്. ഇത് രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്. അത് കഴിഞ്ഞ് ഡെപ്പോസിറ്റ് ഉണ്ട്. അവളുടെ ഡെപ്പോസിറ്റ് ഞാനൊരു 30K കൊടുത്തായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് കയറിയപ്പോൾ പറഞ്ഞ ഇതുപോലെ ഡെപ്പോസിറ്റ് തരാമെന്ന് പറഞ്ഞായിരുന്നു. 1 monthനുള്ളിൽ 1 month എൻ്റെ ആകുമ്പോഴത്തേക്കും ഡെപ്പോസിറ്റ് തരാമെന്ന് അവൾ പറഞ്ഞായിരുന്നു. പക്ഷേ ആ ഡെപ്പോസിറ്റ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് ഞാൻ ലാസ്റ്റ് പറയാം. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ബോയ്സ് അലൗഡ് അല്ലായിരുന്നു. പിന്നെ അവിടെ വേറൊരു രീതിയിലും മോശം പരിപാടി അങ്ങനത്തെ ഇതൊന്നും പാടില്ല. കാരണം ഒന്നാമത് മുസ്ലിം ഫാമിലിയാണ് ഓണർ. അപ്പോൾ അവിടെ വേറൊരു രീതിയിൽ ഒരു കാര്യം നടക്കത്തില്ല എന്നൊക്കെ ഞാൻ അസ്മിനോട് പറഞ്ഞിട്ടാണ് താമസിക്കുന്നത്. ഇവളോടും പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ഓക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ കയറിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ താമസം തുടങ്ങി. ഫസ്റ്റ് വന്ന് ഇതുപോലെ റെൻറ്റിൻ്റെ ഡേറ്റ് ആയപ്പോഴത്തേക്കും അവൾ റെൻറ്റ് കുറച്ച് ഡിലേ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 2 days ആദ്യം ഡിലേ പറഞ്ഞു. 2 days ഞാൻ വെയിറ്റ് ചെയ്തു. ഫസ്മിനയെ അറിയാത്തതായി ആരും തന്നെ ഉണ്ടാവത്തില്ല. തൊപ്പി എന്നൊരു യൂട്യൂബറുടെ പഴയൊരു ഗേൾ ഫ്രണ്ട് ആയിരുന്നു. എന്നാൽ ഫസ്മിന ഇടയ്ക്കിടെ ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ലവേഴ്സായും ഫ്രണ്ട്സായും ഒക്കെ ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഫസ്മിനയുടെ ഒരു വോയിസാണ്. താൻ പ്രഗ്നൻ്റ് ആണ് എന്ന രീതിയിലാണ് ഒരു വോയിസ് പരന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. താനും തൻ്റെ ചങ്ങായും തമ്മിലുള്ള ഒരു വലിയൊരു ഇഷ്യൂ തന്നെയാണ് ഇത്. താൻ താമസിക്കാൻ ചൂസ് ചെയ്ത റൂമിൽ റൂൾസും റെഗുലേഷൻസും ഉണ്ട് എന്നാണ് ഫസ്മിന പറയുന്നത്. അവിടെ ആൺകുട്ടികൾക്കൊന്നും പ്രവേശനമില്ല, മറ്റൊരു രീതിയിലുള്ള പരിപാടി അവിടെ നടക്കത്തില്ല എന്നുള്ള റൂൾസൊക്കെ ഉണ്ടായിരുന്നു എന്നും. എന്നിട്ട് തൻ്റെ ബോയ് ഫ്രണ്ടിനെ തന്നെ ഫസ്മിന ആ റൂമിൽ കയറ്റി എന്നുള്ളതാണ് ഇപ്പോൾ ഈ സംസാരത്തിൽ നിന്നും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്.